നമ്മുടെ വരാലിനായിട്ടാ കാണുന്നത് സ്നേക്ക് ഫിഷ് എന്നൊക്കെ പറഞ്ഞത്. കണ്ടില്ലേ? നമുക്ക് ചൂണ്ടിട്ട് നോക്കിയാലോ? അടിക്കണ്ട് അടിക്കണ്ട്. ആ പിടിച്ച് 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 കൊണ്ടോയിക്കോട്ടറാ. കത്തിക്കയറിയ ആവേശം പെട്ടെന്ന് തന്നെ കെട്ടടങ്ങിയ ഒരു അവസ്ഥയായിട്ട് ആ മീന് പെടഞ്ഞുകൊണ്ട് ഓടി. കിട്ടിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അടുത്ത ഒരെണ്ണത്തിനെ കണ്ടത്. എന്താല സൈസ്! ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എവിടെ അറിയോ? കഴിഞ്ഞൊരു ദിവസം നമ്മൾ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, രാത്രി വന്നിട്ട് ഇഞ്ചനൊക്കെ കൊടുന്ന് സെറ്റ് ചെയ്യണ സംഭവം കണ്ടിരുന്നില്ലേ? ഈ കാണുന്ന കുളം വറ്റിക്കാൻ പോവാണ്. രാവിലെ പുലർച്ചെ വന്നിട്ട് വറ്റിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇഞ്ചിന് എയർ ലീക്ക് പോലുള്ള കംപ്ലൈൻറ്റ് കാര്യങ്ങളായപ്പോഴത്തേനും വെള്ളം വേണ്ട രീതിയിൽ വെള്ളം പമ്പ് ചെയ്തില്ല. അപ്പോൾ അടുത്ത പുതിയൊരു ഇഞ്ചിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ വെള്ളം പമ്പ് ചെയ്യാൻ. നേരെ നല്ല രീതിയിൽ വെളുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ വന്ന സമയത്ത് തന്നെ കുളത്തിനകത്തേക്ക് ഇങ്ങനെ നോക്കിയ സമയത്ത് കാണുന്ന വരാലുകളാണ്. അത്യാവശ്യം നല്ല വരാലുകളുള്ള ഒരു കുളം തന്നെയാണിത്. നാട്ടുകാരൊക്കെ ഇപ്പം തന്നെ സൈഡിലൊക്കെ ആയിട്ട് വന്ന് കൂടി തുടങ്ങുന്നുണ്ട് മീൻപിടുത്തം കാണാനും വേണ്ടിയിട്ട്. അങ്ങനത്തെ എയർ ലീക്കുള്ള ഇഞ്ചിന് ഇതവിടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എയർ ലീക്കുള്ള ഇഞ്ചിന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സമയത്ത് ഈ ടൈമായി. അപ്പോൾ തന്നെ അടുത്ത ഇഞ്ചിന് എത്തിയിട്ടുണ്ട്. ഈ വരുന്ന ഇഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നേരത്തെ കണ്ടതിനൊക്കെ വെള്ളം കൂടുതൽ വെള്ളം പുറന്തള്ളുന്ന ഇഞ്ചിനാണ്. ഇത് രണ്ടും ഡീസൽ ഇഞ്ചിനാട്ടോ. രണ്ടാമത് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഇഞ്ചിനത്തെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇതിൻ്റെ കണ്ടില്ല ഫുട് വാൾവിൻ്റെ പൈപ്പ് കണ്ടില്ല, ഏകദേശം ഒരു 4 ഇഞ്ച് സൈസെങ്കിലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം പുറം തള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള പരിപാടി ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുളത്തിനകത്തേക്ക് ഒരാൾ ഫുട് വാൾവ് ഇട്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. കയറിട്ട് കണ്ടാണ് ഇറങ്ങുന്നത്. വലിയൊരു താഴ്ചയൊന്നും ഇല്ല എന്നാണ് ഇന്നലെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സുഹൃത്ത് പറഞ്ഞത് ഒരു 1.5 ആൾക്ക് വെള്ളമൊക്കെ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. പിന്നെ പാടത്തിൻ്റെ അടുത്താണ്. അപ്പോൾ നല്ല രീതിയിൽ പുറത്തുനിന്ന് ഉറവ് വന്നിട്ട് പെട്ടെന്ന് തന്നെ ടാങ്ക് അതായത് കുളം ഫില്ലാവാനുള്ള സാധ്യതയാണ്. അപ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് വെള്ളം പമ്പ് ചെയ്ത് ഒഴിവാക്കിയിട്ട് മീൻപിടുത്തം നടത്തേണ്ടി വരും. അങ്ങനെ ഇവിടെ ഫുട് വാൾവ് അതാ സെറ്റ് ചെയ്തിട്ട് വെള്ളം നിറച്ചുകൊണ്ടിരിക്കണം. അതിലെടുക്കണം ഒരു ഐഡിയ തോന്നിയത്. മറ്റേ ഇഞ്ചിൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ തല പിടിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് കൊടുത്തു. കാരണം 4 ഇഞ്ച് പൈപ്പ് ഫുട് വാൾവിലേക്ക് ആ കുടം കൊണ്ട് വെള്ളം പാരണം തന്നെ ഒരുപാട് സമയം എടുക്കേണ്ടി വരും. അപ്പോഴാണ് ഒരു കൂട്ടത്തിലുള്ള സുഹൃത്ത് പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ മതി. നല്ലൊരു ബുദ്ധിയായിരുന്നത്. കാരണം കുറേ സമയം ലാഭമായി. പെട്ടെന്ന് പരിപാടി നേരിട്ട് കണ്ടില്ല വെള്ളം ഫില്ലാവണത്. ഈസി ആയിട്ട് തന്നെ വെള്ളം നേരിട്ട് ഫുട് വാൾവിലേക്ക് വെള്ളം ഫില്ലാവും. മറ്റേത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താല്ലേ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് കണ്ടില്ലേ? രണ്ടാമത്തെ ഇഞ്ചിനും ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത സമയം ഈ കാണുന്ന കണ്ടില്ലേ? ഇതാണ് ആ 4 ഇഞ്ച് ഇതിൽ നിന്ന് വരുന്നത്. ഇത് ഏകദേശം 3 ഇഞ്ച് ഔട്ട് ഉണ്ടാവും. മറ്റേത് ഏകദേശം ഒരു 2 ഇഞ്ച് ഔട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ അത്യാവശ്യം 5 ഇഞ്ച് ടോട്ടൽ ഔട്ടിൽ വെള്ളം നല്ല രീതിയിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. പാടത്തൊക്കെ കൊക്കുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇവിടെ പമ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് മീൻപിടുത്തത്തിൻ്റെ കുളത്തിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞോട് കൂടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കുളത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വെള്ളം കണ്ട് ഇറങ്ങിയത് കാണാൻ പറ്റും. നല്ല രീതിയിൽ പായൽ കാര്യങ്ങളൊക്കെ മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പായലൊന്നും മാറ്റിയിട്ടില്ല. സൈഡിലുണ്ടല്ലോ ഇപ്പം തന്നെ മുകളിൽ തന്നെ വെള്ളം ഇറങ്ങിയ പാടന്നെ സൈഡിൽ നിന്ന് ഉറവ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഫാസ്റ്റിൽ ഉറവ് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ഇഞ്ചും വെച്ചിട്ട് പെട്ടെന്ന് വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മീൻപിടുത്തം ഫാസ്റ്റായിട്ട് നടത്താൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് ഈ കുളത്തിലെ വെള്ളം വറ്റിച്ച് മീൻ പിടിക്കാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷ തുടക്കത്തിൽ നമുക്ക് കാണുന്നില്ല. കൊക്കുകളൊക്കെ കണ്ടില്ല, എന്ത് രസമല്ലേ? എത്ര പോലെ കൊക്കുകളാണ് അവിടെ വന്നു തുടങ്ങിയത്. വെള്ളം അത്തവരുണ് ഓരോരുത്തർ തലപൊക്കി മേലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളം വീണ്ടും കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട്. അതിലിടക്കാണ് ഈ സൈഡിലേക്കൊക്കെ നോക്കിയ സമയത്ത് ഇവിടെ നിന്നൊക്കെ വെള്ളം അത്യാവശ്യം നല്ല വലിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ടില്ല വെള്ളം ഇറങ്ങുന്നിടത്തോളം ഉറവ് വരുന്നതിൻ്റെ ഫാസ്റ്റായിട്ട് നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കരയിൽ അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ ആയി തുടങ്ങും. കാരണം ഈ ഇഞ്ചിന് ഡീസൽ ഇഞ്ചൻ റൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശബ്ദമായിരിക്കും, കുടുകുടു ശബ്ദമായിരിക്കും. അപ്പോൾ തന്നെ പലരും മീൻ പിടിക്കാനും ഇങ്ങനെ കാണാനും വേണ്ടിയിട്ട് ആൾക്കാർ വന്നു തുടങ്ങുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു കാര്യം നമ്മളെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടുന്നിട്ടാ. 2 പേര് കുളത്തിൻ്റെ ഈ സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ബണ്ട് കിട്ടണേ. നമുക്ക് ഇതിൽ കൂടി ഒന്നാണ്ട് പോയി നോക്കി എന്താ സീൻ എന്നുള്ളത്. സംഭവം എന്താ അറിയോ? ഈ കുളത്തുനിന്ന് വെള്ളം പുറത്തേക്ക് പാടത്തേക്ക് പമ്പ് ചെയ്യണ്ടല്ലോ, ആ വെള്ളം തന്നെ തിരിച്ച് കുളത്തിലേക്ക് വരുന്ന ഒരു ഏരിയയാണ്. അതായത് ഈ കുളത്തിലേക്ക് വെള്ളം ഒഴുകി വരാൻ ഈ കുളത്തിൻ്റെ ഉടമ ചെയ്തിട്ടുള്ളൊരു ചാലായിരുന്നു അത്. കാരണം വെള്ളം വലിയുന്ന സമയത്ത് പാടത്തു നിന്നൊക്കെ മീനുകൾ വന്നു കൂടാനുള്ള ഒരു ഐഡിയ ആണത്. കാരണം ആ മീനുകൾക്കൊക്കെ വരാനൊരു ട്രാക്ക് ആവും ചെയ്യല്ലോ. ചിലപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുളത്തിൻ്റെ ഉടമ ചെയ്തിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ ഇത്. ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നമ്മൾ പുറത്തേക്ക് പമ്പ് ചെയ്ത വെള്ളം നേരിട്ട് എന്ത് ചെയ്ത് ഈ ചാലിക്കൂടി നേരിട്ട് ഇങ്ങോട്ട് തന്നെ ചാടാനുള്ള പരിപാടിയില്ല. അപ്പോൾ ഇവിടെ ഈ ബണ്ട് ഉണ്ടല്ലോ ഒന്ന് സ്ട്രോങ് ആയി കെട്ടിക്കൊണ്ടിരിക്കുക. ഇല്ലാണ്ടെങ്കിൽ ഭയങ്കര സീനായിരിക്കും. ഈ കാണുന്ന പാടമുണ്ടല്ലോ, ഇതാണ് ഇന്നലെ രാത്രി വന്നപ്പോൾ നമ്മൾ കാണിച്ചത്. ഈ പാടത്തിൻ്റെ ഒരു സൈഡിലാണ് ഈ കുളം വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മീൻ
ഈ കുളത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വെള്ളമൊക്കെ ഏറെക്കുറെ വലിഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ കുളത്തിനകത്തേക്ക് മീൻ പിടിക്കാനുള്ള ആവേശം കൊണ്ട് ഇറങ്ങി തുടങ്ങുന്നുണ്ട്. പക്ഷേ കാൽമുട്ടിൻ്റെ അടുത്തോളം ഏകദേശം ചേറുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് അരക്ക് വരെ ചേറ് കണ്ട കുളങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത്രക്കൊന്നുമില്ല, കാൽമുട്ടിൻ്റെ അടുത്ത് വരെയൊക്കെ ചേറുള്ളൂ. ഇതുവരെ വെള്ളം ഒന്ന് അങ്ങോട്ട് ഇറങ്ങി, അതായിരുന്നു ശ്രദ്ധിച്ചത്. വെള്ളം എന്നാണ്ട് ഇറങ്ങി. ഇപ്പോൾ മുകൾ ഭാഗത്ത് രണ്ടുപേരെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് JCBക്ക് എടുത്ത കുഴിച്ച കുളമായിട്ടായിരിക്കാം. അതാണ് ആ ഭാഗത്ത് മാത്രം അത്യാവശ്യം നല്ല രീതിയിൽ കുണ്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഉണങ്ങിയ ഓല മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലർ മീൻ പിടിക്കാനും ആ കാണുന്ന ഹൈറ്റിൽ ഇനി അതിൽ വെള്ളം കിട്ടും. ഒരാൾക്ക് വെള്ളം, ഇനി അതിനകത്ത് വെള്ളം ഒഴിവാകാനുണ്ട്. ചിലർ മീൻ വന്നു കൂടാനും വേണ്ടിയിട്ട് നല്ല ഓലകളും നല്ല ചണ്ടിയൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് മീനുകൾക്ക് ഒളിക്കാനുള്ള സ്ഥലം ഉണ്ടാകാനും വേണ്ടിയിട്ട് കച്ചറട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഓലകളാണെന്നുകൊണ്ട് തിരിച്ച് വലിച്ചത്. ഇപ്പോൾ ഒരു മീൻപെട്ടി ഇറക്കി കൊടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് ഇറക്കി കൊടുക്കും. അത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഫൂട്ട് വാൾവ് കൂടി ചേറ് കയറാതിരിക്കാൻ. ഇനി എന്ത് ചെയ്യും, 2 ഇഞ്ചിൻ്റെയും ഫൂട്ട് വാൾവ് നേരിട്ട് എന്ത് ചെയ്യും, ആ ഒരു ബോക്സിനകത്തേക്ക് ഇറക്കി വെക്കും. ഇപ്പോഴും ഒരാൾക്ക് വെള്ളം ഈ കുളത്തിനകത്ത് ഇപ്പോഴും ഒരാൾക്ക് വെള്ളത്തിനകത്തുണ്ട്. സുഹൃത്ത് അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ബാക്കിയുള്ള 4 പേര് കരയിലിറങ്ങി ചണ്ടിയൊക്കെ, അതായത് ആ പായലൊക്കെ ഇങ്ങനെ മാറ്റി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ മുകളിലുള്ള 2 ഇഞ്ചിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് മാറി മാറി ഓഫ് ആവുന്നുണ്ട്. വീണ്ടും അത് ഇങ്ങനെ നന്നായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വലിയുന്നതിനനുസരിച്ച് ചണ്ടി കയറിയിട്ടോ അല്ലെങ്കിൽ ചെളി കയറിയിട്ടൊക്കെ ആയിട്ട് ഫുട് വാൾവ് അല്ലെങ്കിൽ എയർ ലീക്ക് എന്തോ സംഭവമായിട്ട് മെഷീൻ ഓഫാണ്. അപ്പോൾ അങ്ങനെ മാറി മാറി അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കരയിൽ. ഇപ്പോൾ മീൻ പിടിക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല ആളുമുണ്ട്. നല്ല ഇങ്ങനെയുള്ള മീൻപിടുത്തത്തിന് നല്ല സ്ട്രെങ്ത്തുമാണ് കൂടുതൽ ആൾ. ഇവിടെ മീൻപിടുത്തം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏകദേശം ഒരു തയ്യാറെടുപ്പിൽ കാര്യങ്ങളാണ്. ഈ കാണുന്ന കൊണ്ടുപോണ പെട്ടിയിൽ കുറച്ച് മീൻ കണ്ട, അതെന്താ സംഭവം അറിയാം, പുലർച്ചെ വെള്ളം വറ്റിക്കാൻ വന്നിട്ട് ഇഞ്ചിന് പണി മുടക്കിയ കാരണം തന്നെ ഇവിടെ എന്ത് ചെയ്ത് മീൻപിടുത്തത്തിൻ്റെ ആ ത്രില്ലുകൊണ്ട് മീനുകൾ മുകളിൽ വന്ന് നിൽക്കണം കണ്ടപ്പോൾ ആ ആവേശത്തിൽ ചൂണ്ടലിട്ട് പിടിച്ചിട്ടുള്ള കുറച്ച് വരാലുകളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ആ വരാലുകളുടെ പെട്ടി തന്നെയാണ് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറക്കിയത്, കുളത്തിലേക്ക്. ഇവിടെ നമുക്കറിയാം മീൻ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ മീൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ മീൻപിടുത്തത്തിൻ്റെ ഒരു ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇറങ്ങണത് ഇപ്പോൾ തന്നെ വെള്ളം അവിടുന്ന് പൂർണ്ണമായിട്ട് വലിയണ വരെ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ അവിടെ തപ്പൽ തുടങ്ങിയിട്ട്. കരയിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ തപ്പൽ തുടങ്ങിക്കഴിഞ്ഞാൽ ചെളി ഇളക്കി കഴിഞ്ഞാൽ പിന്നെ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ട രീതിയിൽ പമ്പ് ചെയ്യൂല, ഫുട് വാൾവ് അടയും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരതൊന്നും കൂട്ടാക്കാതെ കണ്ടില്ലേ, എല്ലാവരും ഓരോ സൈഡിൽ നിന്നിട്ട് ഭയങ്കര തപ്പലാണ്. കാരണം അത്രയും സമയം ഇന്നലെ വന്ന് നോക്കിയിട്ട് രാത്രി കുറേ നേരം നിന്ന് രാവിലെ പുലർച്ചെ വന്ന് ഇതുവരെ മീനുകളെ മുകളിൽ നിന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ മീനുകളൊക്കെ കണ്ടിട്ട് ത്രില്ലടിച്ച് നിൽക്കുകയാണ്. പക്ഷേ എന്ത് പറയുക, വെള്ളം പൂർണ്ണമായിട്ട് വലിയുന്നതിന് മുമ്പ് തന്നെ കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് മീൻ പിടിക്കാനുള്ള ആവേശം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഫോഴ്സിൽ തന്നെ 2 ഡീസൽ എഞ്ചിനും വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓല ഇട്ട് കൊടുത്തിരിക്കണം. ഈ ഓല എന്ത് ചെയ്യാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന മീൻപെട്ടീൻ്റെ മുകളിൽ ഒന്നിട്ടിട്ട് സേഫാക്കി നിർത്താനാണ്. അതാ മൂലക്ക അത വരണം കേട്ടോ. അപ്പോൾ ഇവർ ടൂൾസോ കാര്യങ്ങൾ, കൈവല പോലുള്ള ചെറിയ സംഭവങ്ങൾ, ടൂൾസോ കാര്യങ്ങൾ അല്ലെങ്കിൽ കോരിവല ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണുന്നില്ല. കോരിവല ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൈവല ഉണ്ടെന്നുണ്ടെങ്കിലോ ഒക്കെ ആയിട്ട് ഒരു പക്ഷേ ഓരോ കോർണറുകളിൽ ചെന്നിട്ട് വേണമെങ്കിൽ കോരി എടുക്കാൻ പറ്റും. ഇത് നമ്മളെ അഭിപ്രായം മാത്രമല്ല, കരയിലിരിക്കണം പല ആൾക്കാരും ഇങ്ങനെ വന്നിട്ട് അഭിപ്രായം പറയണവരാണ്. ഇപ്പോൾ മീൻ പിടിക്കുന്ന സമയത്ത് ഗാലറിയിൽ നിന്നിട്ട് അഭിപ്രായം പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഫുട്ബോൾ അല്ലെങ്കിൽ സെവൻസ് ഫുട്ബോൾ നാട്ടുമ്പുറങ്ങളിൽ എവിടെയെങ്കിലൊക്കെ കളിയാണാൻ പോകുമ്പോൾ കണ്ടിട്ടില്ല, അടിക്കട ഗോള് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഗാലറിയിൽ നിന്നിട്ട് പറയില്ല. അതേപോലെ തന്നെയാണ് അവസ്ഥ മീൻപിടുത്തത്തിൻ്റെ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും. കാരണം മീൻ പിടിക്കുന്ന അവരുടെ അത്രയും ത്രില്ല് കാണികൾക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ മീൻ പിടിക്കുന്ന കാഴ്ച കാണാൻ അതിമനോഹരമായിട്ട് തന്നെ അതൊക്കെ ഡയറക്റ്റ് ഓരോ സൈറ്റിൽ പോയി കാണുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഇപ്പോൾ കണ്ടില്ല, ആ ബണ്ട് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ആ ഒരു ഏരിയക്ക് മാത്രമായിട്ട് ഒതുങ്ങിയോണ്ട് തന്നെ അവിടുന്ന് മാത്രമേ മീൻ പിടിക്കാനുള്ളൂ. പക്ഷേ ഇപ്പോഴും ഏകദേശം അത്യാവശ്യം വെള്ളം എപ്പോഴും നിൽക്കുന്നുണ്ട്. ഒരാളുടെ അരക്ക് താഴായിട്ട് വെള്ളം എപ്പോഴും ഉണ്ട്. ഈ കാണുന്ന ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ സൈസുള്ളതൊക്കെ കയറാനുണ്ട്. എത്രത്തോളം മീൻ ഇതിനകത്തുനിന്ന് കിട്ടിയെന്നുള്ളതൊക്കെ നമുക്ക് ലാസ്റ്റേ നോക്കാൻ പറ്റുള്ളൂ. ഒരു സുഹൃത്ത് അവിടുന്ന് പായലിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തുനിന്ന് അഭിപ്രായങ്ങൾ ഓരോന്ന് കേൾക്കുന്ന സമയത്ത് അവരിങ്ങനെ പുറത്തേക്കും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഈ വെള്ളത്തിൽ നിന്ന് മീൻ പിടിച്ചിട്ട് ഇങ്ങനെ കരയിലേക്ക് ഇടുക ചെയ്യണത്. കരയിൽ നിന്ന് പിന്നെ 1-2 പേര് മീൻപെട്ടിയിലേക്ക് മാറ്റാനായിട്ട് നിൽക്കണമുണ്ട്. അടുത്ത ടൂളെത്തിയിട്ടുണ്ട്. ഇതൊരു വലയാണ്. അപ്പം ഇനി ഈ വല വെച്ച് കോരാനുള്ള എന്തോ ഒരു പരിപാടി ഉണ്ട്. കാരണം കുറച്ച് നേരമായിട്ട് വെള്ളം ആ ഒരു ലെവലിൽ തന്നെയാണ് വെള്ളം നിൽക്കുന്നത്. ആ ഒരു ലെവലിൽ നിന്ന് വെള്ളം താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല.
അവിടെ കണ്ടില്ല ആ ഒരു കുണ്ടിൽ അവിടെ വെള്ളം ഒതുങ്ങി നിൽക്കണം. പക്ഷേ ആ സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ഉറവ് വരുന്നുണ്ട്. അത് കാരണമാണ് വെള്ളം പമ്പ് ചെയ്തിട്ടും വേണ്ട രീതിയിൽ വെള്ളം വലിഞ്ഞ് കിട്ടാത്തത്. എന്നാലും പമ്പ് ചെയ്യാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനൊക്കെ ഇവിടെ സമയം ഏകദേശമൊക്കെ നല്ല ടൈം ആവുന്നതിനനുസരിച്ച് ആളുകളും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആ നാട്ടുകാരൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മൾ ഈ മീൻ പിടിക്കാൻ പോയതൊന്നും ആ നാട്ടുകാരൊന്നുമില്ല, ഒക്കെ പുറത്തുനിന്നുള്ളവരാണ്. ഇപ്പോൾ അതാ നമ്മൾ പണ്ട് തോർത്തുകൊണ്ടൊക്കെ കോരി മീൻ പിടിക്കില്ല, ആ പരിപാടിയിലാണ് അത് ചെയ്യുന്നത്. പക്ഷേ ആ വലക്കൊരു കുണ്ടില്ലാത്ത കാരണം അങ്ങനെ കോരുമ്പോൾ അത് ചാടി, അതിലൊന്നും കിട്ടിയില്ലാന്ന് തോന്നുന്നുണ്ട്, ഒന്നുമില്ലേൽ. അപ്പോൾ വേണ്ട രീതിയിൽ ആ വല കൊണ്ട് കോരുന്ന സമയത്തും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മീൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇവിടെ അത് ഇഞ്ചിന് ഓഫാവും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കരയിലും ഇവരുടെ ടീമിലുള്ള ആൾക്കാർ കരയിലും നിൽക്കുകയാണ്. ഈ മെഷീന് മോട്ടർ ഉണ്ടല്ലോ, മോട്ടർ ശ്രദ്ധിക്കാനും വേണ്ടിയിട്ട് കരയിലെ ആളുണ്ട്. അതുപോലെ മീൻ പിടിക്കാൻ വെള്ളത്തിലുണ്ട്. പിന്നെ മീൻ കരയിലേക്ക് കയറ്റിയിടണം, അവിടെ മീൻ വാങ്ങിയിടാൻ അവിടെ വേറെ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു ടീമായിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഏകദേശം ഒരു 12,000-12,500 രൂപ കയറ്റിയെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു കുളം അവരെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് അത്, പിന്നെ അതുപോലെ തന്നെ ഒരു ഇഞ്ചിന് എങ്ങനെയായാലും ഒരു 1,500 റുപ്യെങ്കിലും റെൻ്റ് കൊടുക്കേണ്ടി വരില്ല ഒരു ദിവസത്തിന്, 3,000 രൂപ അങ്ങനെ വരും. പിന്നെ ഇവരുടെ അത്രയും എക്സ്പെൻസ് ഇതൊക്കെ കൂടി കൂട്ടുകയാണെങ്കിൽ ഇവരുടെ ഒരു ദിവസത്തെ എല്ലാവരുടെയും മെനക്കെടൊക്കെ കൂടി കൂട്ടുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു 20,000 രൂപയ്ക്ക് മുകളിൽ ഇവർക്ക് ഈ ഒരു മീൻ പിടുത്തത്തിന് എക്സ്പെൻസ് വരും. പക്ഷേ ഇതിൽ നിന്ന് അത്രയും മീൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ അവരോട് നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ച സമയത്ത് തന്നെ പറഞ്ഞത് ഇതൊരു ആവേശമാണ്, ഒരു ത്രില്ലാണ്, ഒരു രസമാണ്. പിന്നെ ഇവരെല്ലാവരും കൂടി ഞായറാഴ്ച ആവുന്ന സമയത്ത് എല്ലാവരും കൂടി എന്ത് ചെയ്യും, ഇങ്ങനെ ഷെയർ ഇട്ടിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഇതാക്കും. അപ്പോൾ കൂട്ടാമീനൊക്കെ കിട്ടുന്ന പറഞ്ഞത് ഇതൊന്നും വിൽപ്പനക്കുള്ളതല്ല, കൂട്ടാമീനുള്ളതാണ്. ഭയങ്കര രസമായിട്ടുള്ളൊരു പരിപാടി തന്നെയാണിത്. ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇവരിങ്ങനെ പോകാറുണ്ട്. നല്ല കുളങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് കേട്ടോ, ഇതുപോലെ മീനുള്ള കുളങ്ങൾ കിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ വന്ന് നോക്കിയ സമയത്ത് അത്യാവശ്യം മീൻ തുടക്കത്തിൽ നമ്മൾ കണ്ട് മുകളിൽ വന്ന് പോണത് കണ്ട്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മീൻപിടുത്തത്തിൻ്റെ ഐറ്റം മാറ്റിയിട്ടുണ്ട്. ഇതുവരെ കോരിയായിരുന്നു, ഇപ്പോൾ വല മേലെ കൂടി ഇട്ടിട്ട് അത് അടുത്തൊന്നും കിട്ടണേ, മീൻ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കോരിയായിരുന്നു, അപ്പോൾ ഇപ്പോൾ വല മേലെ കൂടി ഇട്ടിട്ടുണ്ട്, പിന്നെ അടിയിലിട്ട് തപ്പിയെടുക്കുകയാണ് കേട്ടോ. ഈ സുഹൃത്തിന് അത്യാവശ്യം ഒന്ന് കുഴപ്പമില്ലാത്തൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വലിയ സൈസുള്ള ഒരു 3-4 കണ്ടതുണ്ടായിരുന്നു, അതൊക്കെ ഇനി കയറി വരാനുള്ള, അവരൊക്കെ ഒന്ന് അങ്ങനെ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയില്ല. പിന്നെ ഈ കരയിൽ നിൽക്കണവർ ചവിട്ടുന്ന സ്ഥലത്ത് അത്രയും ചേറുണ്ടെന്നുണ്ടെങ്കിൽ കുളത്തിലും അത്യാവശ്യം നല്ല ചേറുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓരോരുത്തരും മാറി മാറി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പിടിച്ച് കഴിയുമ്പോഴത്തേനും അടുത്ത ആൾ പിടിക്കുന്നുണ്ട്. അവിടെ ഫുട് വാൾവിൽ എന്തോ കച്ചറ അടഞ്ഞിരിക്കണ്, അപ്പോൾ ഒരു ഇഞ്ചിൻ ഓഫായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ ഇഞ്ചൻ സെറ്റ് ചെയ്യുമ്പോഴത്തേനും അവിടെ വെള്ളത്തിൻ്റെ അളവ് വീണ്ടും കൂടുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് കരയിലാണെങ്കിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ മീൻപിടുത്തം കാണാനായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് പേര് അവിടെ തണലത്തിരിക്കുന്നുണ്ട്. പിന്നെ പാടത്തിൻ്റെ സൈഡായതുകൊണ്ട് നല്ല കാറ്റാട്ടോ, എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഭയങ്കര ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും അറിയില്ല, തണലത്തിരിക്കാനും ഭയങ്കര കാറ്റ് കാര്യങ്ങളാണ്. നല്ല തണുപ്പുള്ളൊരു ഏരിയയാണത്. ഇവിടെ ഐറ്റം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇതുവരെ രണ്ടാൾ ഒറ്റയ്ക്കല്ല കോരിന്ന്. ഇവർ ശരിക്കും ഈ ഒരു കോർണർ മൊത്തം ഇങ്ങോട്ട് വളയാനുള്ള പ്ലാനിങ് ആണ്. ഒരാളിപ്പുറം കടന്നിട്ടുണ്ട്, അത് അടുത്ത രണ്ടാമത്തെ ആൾ ഇപ്പുറം കടക്കാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഇതിനതാ മീൻ ചാടുന്നതാണ്. ഫുട് വാൾവിൻ്റെ അവിടെ ആൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടീമായിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെങ്ത്തിൽ വന്നിട്ട് തന്നെയാണ് മീൻപിടുത്തം നടക്കുന്നത്. അത്യാവശ്യം മീനിപ്പോൾ പെട്ടിയിലായിട്ടുണ്ടാവും. നമുക്ക് ലാസ്റ്റ് ടൈമിൽ നോക്കാം എത്രത്തോളം മീൻ കിട്ടിയെന്നുള്ളത്. അതാ മീനത് ഓടുന്നത്. അപ്പോൾ മീനുണ്ട് ആ വലയിൽ, അത്യാവശ്യം മീൻ കാണുന്നുണ്ട്. ഇനി എത്രത്തോളം അവർ അടിയിൽ കൂടെ പോവുമോ സൈഡിൽ കൂടെ പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്കറിയാം വരാൽ ചേറുണ്ടെങ്കിൽ ചേറിലാണെങ്കിലും ഒളിഞ്ഞിരിക്കാറുണ്ട് മീൻ പിടിക്കാൻ പോണ സമയത്ത്. ഇതാട്ടാ ആ കോർണർ അവിടെ പൂട്ടി, അതിൻ്റെ ഇടയിൽ കൂടി ഇനി മീൻ മിസ്സായിക്കണമെന്ന് അറിയില്ല. ഇത് ഇവരെങ്ങനെ എടുക്കുക, ഈ അടിയിൽ സെൻറ്ററിൽ നിൽക്കുന്ന 2 പേരുണ്ടല്ലോ, അവർ അടിയിൽ ചേറിൽ താഴ്ത്തി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ വല, എങ്കിൽ നല്ല രീതിയിൽ മീൻ അതിലിട്ട് ഒതുങ്ങി കിട്ടുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തും ഒരാൾ സെൻറ്ററിലുണ്ടെന്ന് ആ വല പൊക്കി പിടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരുന്നു. ഇത് അപ്പുറത്ത് മീൻ വലൻ്റെ മേലെ കൂടി ചാടുന്നുണ്ട്. ഇപ്പോൾ അപ്പുറത്ത് 1-2 സുഹൃത്തുക്കളുമാണെങ്കിൽ നിന്നിട്ട് മീൻ തപ്പുന്നുണ്ടാവും. അങ്ങനെ വല പൊക്കി നോക്കുകയാണ്. മീൻ ചെറുതായിട്ട് അതിൽ മീൻ കേട്ടോ, കൂടുതലൊന്നും ഇല്ലെങ്കിൽ കുറച്ച് മീനൊക്കെ അതിൽ കാണുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ ചേറ് അതിനകത്തുണ്ട്. ആ വല പൊക്കണ സമയത്ത് തന്നെ നമുക്ക് കരയിൽ നിന്നിട്ട് തന്നെ കാണാൻ പറ്റും, നല്ല ചേറുണ്ട് ആ വലയിൽ. ഇനി ആ ചേറ് കളഞ്ഞിട്ട് വേണം അതിനകത്ത് അതൊന്നെങ്കിൽ കരക്ക് കയറ്റുകയറ്റല്ല, ആ വലക്കകത്ത് തന്നെ തപ്പിയിട്ട് മീനെടുത്തിട്ട് കരയിലേക്ക് കൊടുക്കുകയാണ്. നമ്മൾ വിചാരിച്ചിരുന്ന ആ വല അങ്ങനെ കരയിലേക്ക് കയറ്റിയിട്ട് അവിടെ ഇട്ടിട്ടാവും മീൻ എടുക്കുക എന്നുള്ളത്. അതല്ല ചെയ്യുന്നത്, അവിടെ തന്നെ മീനെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മീൻപിടുത്തം അതിൽ നിന്നുള്ള മീൻ ഏറെക്കുറെ കഴിഞ്ഞതിന് ശേഷം കണ്ടില്ല അതിനകത്തുനിന്ന് മാറ്റണത്. അത്യാവശ്യം നല്ല ചേറ് കുടിക്കുന്നുണ്ട്.
അപ്പോൾ ചേറുകൂടി താഴ്ത്തി കോരി കഴിഞ്ഞാൽ മാത്രമേ മീൻ ഇതിനകത്തുനിന്ന് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ മീൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടിയിൽ ഏകദേശം ഒരു പകുതിക്ക് അടുത്തൊക്കെ മീനായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ നിന്ന് തപ്പൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലത് ഒരു മീഡിയം സൈസിലുള്ള കുഴപ്പമില്ലാത്ത സംഭവങ്ങൾ ഒരു 500 ഗ്രാമിൻ്റെ മുകൾക്കുള്ളതൊക്കെ കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ തുടക്കത്തിൽ എന്തോ കണ്ടിട്ട് അവിടെ വന്നത് ഭയങ്കര കോമഡിയാണ്. മറ്റാളവിടെ വീണ് ഭയങ്കര രസമാട്ടോ. മീൻപിടുത്തം കാണാൻ ഭയങ്കര രസമാണ്. കാരണം വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര ത്രില്ലിലായിരിക്കും. അത് അപ്പുറത്ത് സുഹൃത്ത് പിടിച്ചിരുന്ന് ചെറുതും വലുതുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വരാലുകൾ കിട്ടുന്നുണ്ട്. സ്പെഷ്യലായിട്ട് ഇവിടുന്ന് കിട്ടുന്നത് വരാലുകൾ തന്നെയാണ്. എങ്ങനെയായാലും ഇന്നത്തെ മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എത്രത്തോളം മീൻ കിട്ടി എന്നുള്ളതും ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഒരാൾ കണ്ട ചേറ്റുപാമ്പ് അതാ പോണ്. ഇനി അതിനടുത്ത് ഒഴിവാക്കിയിട്ടാണ് മീൻപിടുത്തം തുടരാൻ. എങ്ങനെയായാലും നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ ഇവിടെ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ നല്ല കാഴ്ചകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക.